ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, എൻ്റെ ഓഫീസ് സ്പേസ്, അതെല്ലാവർക്കുമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടു, പക്ഷേ അത് ക്ലിയർ അല്ലാതെ ജസ്റ്റ് ഒരു ലൈവ് വീഡിയോ പോലെ ഇട്ടായിരുന്നു. പക്ഷേ അത് ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ഞാനൊന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് എൻ്റെ ഓഫീസ് സ്പേസ്, ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സർവീസാണ് കൂടുതലും ചെയ്യുന്നത്. മെയിൻ്റനൻസിൻ്റെ ഇലക്ട്രോണിക്സിൽ വരുന്ന ഡ്രൈവുകൾ, HMI, PLC, വാട്ടർ വെട്ടീസ്, എന്താണ് ഇലക്ട്രോണിക്സ് കാർഡുകളുടെ മൊത്തം സർവീസിങ്ങും റിട്രോഫിറ്റിങ്ങും പുതിയ കാർഡിൻ്റെ ഡിസൈനിങ്ങും അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സർവീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഓഫീസിൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഓഫീസിൻ്റെ ഫസ്റ്റ് റൂം ഇതാണ്. അപ്പം ഇതിനുള്ളിലെ ആദ്യത്തെ തന്നെ ഒരു എൻ്റെ ബെഞ്ച് സെറ്റപ്പ് ഇതാണ്. അപ്പം ഇതിവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഏതായിട്ടുള്ള പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ്, അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്. അതായത് ഞാൻ ഈ പാട്ട് പാടുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്, ഞാനും എൻ്റെ മോളും. അപ്പം അതിനുള്ളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു മൈക്ക്, അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ട് കാർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു റാക്കുണ്ട് ഇവിടെ, ക്യാബിൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഡിജിറ്റൽ മൈക്രോസ്കോപ്പ്, SMD സാധനങ്ങളൊക്കെ കാണുന്നതിനുള്ള ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇത് നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ്. അതേപോലെ തന്നെ അവിടെ ഒരു സോൾഡറിങ് അയണുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ നമ്മുടെ ഓസിലോസ്കോപ്പ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓസിലോസ്കോപ്പ്. ഓക്കെ, ഹാൻഡ് ടെക്കിൻ്റെ ഒരു ഓസിലോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ തെർമോമീറ്ററുകളുണ്ട്, ഡിജിറ്റൽ തെർമോമീറ്റർ. അതേപോലെ തന്നെ സിഗ്നൽ ജനറേറ്റ് ചെയ്യാനുള്ള സാധനം. അതേപോലെ തന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ LCR മീറ്ററാണ്. ഞാൻ യൂസ് ചെയ്യുന്ന LCR മീറ്ററാണിത്. ചില വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്ന മൊബൈലിൻ്റെ കാര്യങ്ങളാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ ക്ലാം മീറ്ററുകൾ, ഇതൊരു SMD കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടിമീറ്ററാണിത്. അതേപോലെ തന്നെ IC ചെക്കറുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഒരു മൊബൈൽ ടൈപ്പ് ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു മൾട്ടിമീറ്ററുകൾ കാര്യങ്ങളാണ് ഉള്ളത്. താഴെ SMD സ്റ്റേഷൻ എൻ്റെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ റെഫറൻസിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള TV, അത്യാവശ്യം ഡോക്യുമെൻ്റ് റെഫറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, പാട്ട് കേൾക്കാനായിട്ടുള്ള ഓഡിയോ സിസ്റ്റം. ഓക്കെ, പിന്നെ ഇവിടെയും അതേപോലെ തന്നെ കമ്പോണൻസുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന റാക്സാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് കാണാൻ പറ്റും കുറേ കിറ്റ്സ്, അതായത് നമ്മുടെ മൊഡ്യൂൾസുകൾ, അതേപോലെ അത്യാവശ്യമുള്ള കുറച്ച് സ്ക്രൂ അഴിച്ചു വയ്ക്കുന്ന സ്ക്രൂകൾ, അതേപോലെ വലിയ കപ്പാസിറ്ററുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. സ്റ്റുഡിയോ ചെയ്യുന്നതിനുള്ള ലൈറ്റ് ഇവിടെയാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ടേബിളിലുള്ളത്. ഓക്കെ, ഈ ഒരു ടേബിളിലിരുന്നാണ് കൂടുതൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ, അതായത് HMI, PLC പോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതിനും അതുപോലെ സ്റ്റുഡിയോ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം നേരത്തെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇവിടെ എനിക്ക് വേറൊരാളുണ്ടായിരുന്നു, സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതെൻ്റെ കുട്ടിയുടെ ഒരു സ്റ്റഡി ടേബിളാണ്. ഓക്കെ, അടുത്തത് ഇതാണ് ഞങ്ങളുടെ ഓഫീസ് ടേബിൾ എന്നുള്ള രീതിയിൽ, അതായത് ആളുകളൊക്കെ വരുമ്പോൾ സംസാരിക്കാനും അതിനുമൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഓഫീസ് ടേബിളും അതിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെയാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടുള്ള പ്രിൻ്റർ, അവിടെ ഒരു സോളാറിൻ്റെ ഒരു സംഭവം, അതായത് MPPTയുടെ ഒരു ചാർജ് കൺട്രോളറുണ്ട്, ഒരു ഇൻവേർട്ടറുണ്ട്, അതിൻ്റെ ബാറ്ററി റാക്കും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത്യാവശ്യമുള്ള നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ. വയലിൻ ഒരുപാട് ഇഷ്ടം, വയലിൻ വായിക്കാൻ അറിയില്ല കേട്ടോ, ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചൊരു ഇതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വിളക്കെത്തിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനിയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പർപ്പസ് ആയിട്ടുള്ള മോട്ടോ, അത് പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവം. പിന്നെ അത്യാവശ്യം കുറച്ച് വായിക്കുന്ന ഒരു ചെറിയൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻസാണ് ഈ കാണുന്നത്. കമ്പനിയുടെ ഒരു സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത്രയും ഫസ്റ്റ് റൂമിലുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഓഫീസിലുള്ളതെന്ന് പറഞ്ഞാൽ BLDC ഫാനുകളാണ്. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ന്യൂട്രൽ കട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് പറഞ്ഞാൽ KCB സപ്ലൈ ഇല്ലാത്തപ്പോഴും അതേപോലെ ഇത് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും ന്യൂട്രലിനെ കട്ടാക്കി കളയും. സോ നമ്മുടെ ഫേസ് ലൈൻ മാത്രമേ ഉള്ളൂ നമ്മൾ സ്വിച്ച് കൊണ്ട് ഐസൊലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ന്യൂട്രലും ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ന്യൂട്രൽ കട്ട് ഓഫിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇൻവെർട്ടറിൽ ഓണാകുമ്പോൾ ഇപ്പോൾ അതിന് ന്യൂട്രലില്ല, കാരണം ഇത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫേസ് ലൈൻ ആണെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തും. ഓക്കെ, നമുക്ക് ഫേസ് അല്ല, ന്യൂട്രൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ലൈറ്റ് കത്തും. ഓക്കെ, ഇപ്പോൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ലൈറ്റില്ല, ന്യൂട്രൽ കട്ടാണ് അവിടെ. സോ
എൻ്റയർലി ആ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രൽ ഫേസ് സപ്ലൈ വെച്ചിട്ടാണ് ഓഫീസിലെ BLDC ഫാനും കാര്യങ്ങളും, കാരണം ഇലക്ട്രോണിക്സ് അല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് വർക്ക് ചെയ്യണത്. ഇൻ കേസ് ന്യൂട്രലിലൂടെ ഉള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കും. ഓക്കെ, സെക്കൻഡ് റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ അലങ്കോലമായിട്ട് കിടക്കുന്ന പല രീതിയിൽ അഴിച്ചിട്ടിരിക്കുന്ന കുറേ ബോർഡുകൾ, സർവീസ് ചെയ്യാനായിട്ടിരിക്കുന്ന കുറേ ബോർഡുകൾ കാണാൻ പറ്റും. അത് SMPS ഉണ്ട്, PLCD ഉണ്ട്, പല രീതിയിലുള്ള ബോർഡുകളാണ്. ഓക്കെ, അതുപോലെ കഴിഞ്ഞ വീഡിയോ കണ്ട നമ്മുടെ ടൈമർ, പിന്നെ ഇതേപോലെ ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ ഫ്ലോ മീറ്ററുകളെല്ലാം അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അലമാരിയിലും ഉണ്ട്, കാര്യങ്ങളൊക്കെ റാക്കിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റാക്കിലാണ് ഞാൻ സർവീസ് ചെയ്ത് നന്നാക്കി ആ ഒരു ഗുഡ്സും അവിടെ വെക്കുന്നത്. അവിടെയാണ് നമുക്ക് സർക്യൂട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പം വേണ്ടിയിട്ട് ചിലപ്പോൾ 2 ഡ്യുവൽ സപ്ലൈ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പവർ സപ്ലൈസാണിത്. ഒന്ന് യൂണിറ്റ് T എന്ന് പറയുന്നത് അതിൻ്റെയും, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മേക്കായുള്ള വാർടെക് എന്ന് പറയുന്നത്, എനിക്കൊന്ന് രണ്ടും ഇന്ത്യൻ മേക്കാന്ന് തോന്നുന്നു. അത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള SMD അല്ല, നമ്മുടെ സോൾഡറിങ് ഇതെന്ന് പറഞ്ഞാൽ സെറാമിക് ആയിട്ടുള്ള ബിറ്റിട്ടിരിക്കുന്ന സോൾഡറിങ്ങിൻ്റെ ടിപ്പുള്ള സാധനമാണ്. ഇത് സൈറൻ എന്ന് പറയുന്ന മേക്കിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു ടെസ്റ്റ് ബെഞ്ച് സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്തൊരു നമ്മുടെ സിംഗിൾ ഫേസും 3 ഫേസ് സപ്ലൈയും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കൺവേർട്ടർ വെച്ചിട്ട് സിംഗിൾ ഫേസിനെ 3 ഫേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. 3 ഫേസിൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലാമ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു അൾട്രാസോണിക്കിൻ്റെ ഒരു സപ്ലൈ ആണ്, അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു സപ്ലൈ ആണ്. നമ്മുടെ ഇവിടെ ക്ലീനിങ്, അതായത് PCBയുടെ ക്ലീനിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അൾട്രാസോണിക്കിൻ്റെ ക്രിസ്റ്റലിനെ അല്ല അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസറിനെ എനർജീസ് ചെയ്യുന്ന ഇതാണ്. DC മോട്ടറിൻ്റെ ഒരു 2 മോട്ടറിൻ്റെ ഡ്രൈവുകളാണ് അവിടെ ഇരിക്കുന്നത്. VFD അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ കമ്പോണൻ്റ് ഇട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ എനിക്കൊരു റാക്കുണ്ട്. ഇവിടെയാണ് അത്യാവശ്യമായിട്ട് ഞാൻ ടൂൾസൊക്കെ വെക്കുന്നത്. ഒരു പഴയ ഒരു CRO കാണാൻ പറ്റും, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പിന്നെ കുറച്ച് പവർ ടൂൾസ് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഹാമർ, കുറച്ച് ടൂൾസ്, കാര്യങ്ങൾ, അത്യാവശ്യം സ്ക്രൂകളൊക്കെ അഴിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സ്, PCB ക്ലീൻ ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളുള്ള കുറച്ച് മൊഡ്യൂൾസ് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇത് ഞാൻ PCB ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ട്രൈ ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പം ഇത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുത്താണ്. നമ്മുടെ ഹ്യൂമിഡിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പാനർ സെറ്റുകൾ, കുറച്ച് ടൂൾ സെറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ, അതായത് അഴിച്ചു വെച്ച സാധനങ്ങൾ, കൊള്ളുമില്ലാത്ത സാധനങ്ങൾ, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റാക്കാണ് ഇവിടെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സ്ക്രൂകളൊക്കെ പെട്ടെന്ന് അഴിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഇതുണ്ട്, നമുക്കൊരു പവർ ടൂളായിട്ടുള്ളൊരു ഇതുണ്ട്, സ്ക്രൂ ഡ്രൈവറുണ്ട്. പിന്നെ അല്ലാത്തയും ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, സോൾഡറിങ്ങിനൊക്കെ അല്ലാത്തയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് PCBകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് ചെയ്യാനായിട്ട് ഇതുപോലെയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി, ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി. പിന്നെ മോശം കമ്പോണൻ്റൊക്കെ പോയത് നമ്മൾ ഇത് രണ്ടിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത്, മോസ്ഫെറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ. VFD അടിച്ചിട്ടുള്ള 2 കപ്പാസിറ്റർ, വലിയ കപ്പാസിറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. പോയ SMPS കൺട്രോളർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഒരു ചാർജറുണ്ട്, എനിക്ക് പഴയ എൻ്റെ വീട്ടിലെ ഒരു ചാർജറാണ്, സോളാറിൻ്റെ ചാർജർ. ഫ്ലോ മീറ്ററുകൾ അഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഓഫീസ് സെറ്റപ്പിലുള്ളത്. അപ്പോൾ ഓവറോളായിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഒരു റൂമുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു റൂമും ഉണ്ട്. അപ്പം എൻ്റെ സ്റ്റുഡിയോയും എൻ്റെ എല്ലാ കാര്യവും നമ്മുടെ ഇവിടെ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.